വാലും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. എന്ന് വിജനമായ സ്ഥലത്ത് ഒരാളും രക്ഷിക്കാൻ ഇല്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ഒരാള് വിളിച്ചു തേടാമോ എന്നതാണ് പ്രശ്നം. അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ട് എന്നാണ് പ്രസ്തുത റിപ്പോർട്ട്. ആ ഇബാദല്ലാ എന്ന് പറഞ്ഞാൽ ആരാ? മരിച്ചുപോയ ആളുകളോട് സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്. ജീവിച്ചിരിപ്പുള്ളവരോടും ദുആ ചെയ്യുന്നത് ശിർക്കാണ്. മനുഷ്യരല്ലാത്തവരോട് ദുആ ഇസ്തിഗാസ ചെയ്യുന്നത് അതും ശിർക്കാണ്. ആകാശമാവട്ടെ, ഭൂമിയാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, കല്ലാകട്ടെ, ഖബറാകട്ടെ, മരിച്ച മനുഷ്യരാകട്ടെ, ജീവനുള്ള മനുഷ്യരാകട്ടെ, ദുആയാണോ അത് അല്ലാഹു അല്ലാത്തവരോട് ചെയ്യുന്നത് ശിർക്കാണ്. അപ്പൊ റസൂലുള്ള ഒരിക്കലും ദുആ യാ ഇബാദല്ലാഹ് എന്ന് പറയുന്നത് അവരോടുള്ള ദുആ ആയിക്കൊണ്ട് ചെയ്യാൻ പഠിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ നിർവാഹമില്ല. നബി ഒരിക്കലും അത് ചെയ്തിട്ടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യുന്നത് ശിർക്കാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഒന്ന്. രണ്ടാമത്തേത്, ഈ റിപ്പോർട്ടിന്റെ സനദ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽക്ക് അൽബാനി അടക്കമുള്ള ആളുകൾ വിശകലനം ചെയ്യുകയും അതിന്റെ സനദിന്റെ ന്യൂനത അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് നേർക്കുനേരെ നമ്മൾ എടുത്താൽ തന്നെ ഇവിടുത്തെ പ്രശ്നം എന്തുള്ളൂ എന്നറിയോ? ഒരു വിളിച്ചു പ്രാർത്ഥനയല്ല. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത്, വിജനമായ ഒരു സ്ഥലത്ത് ചെന്നുപെട്ടാൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ മണ്ടിയരിയോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു ശൈലി ഞങ്ങളെ മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ട്. ചിലപ്പോ ആ വാക്കിന് പകരം വേറെ വാക്കായിരിക്കും വേറെ സ്ഥലത്ത് ഉണ്ടാകുക. ഇത് ആരോടാ? മരിച്ചുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. എന്റെ വിളി കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് കേട്ട് എന്നെ സഹായിക്കട്ടെ എന്നുള്ള നിലക്കാണ്. അത് ശിർക്കിലേക്ക് പോകുന്ന വിളിയല്ല. ഇത്ര മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇനി അതിന്റെ സനദിന്റെ വിശദാംശത്തിലേക്ക് പോകാതെ തന്നെ അത് എടുത്താൽ ഇത്രയേ അതിലുള്ളൂ. അതിലൊരു അപാകത ഒരാൾക്കും കാണാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ വിജനമായി കിടക്കുന്ന സ്ഥലത്ത് നമുക്കറിയോ അവിടെ ആരെങ്കിലും മനുഷ്യന്മാരും ഇല്ല, അവിടെ ജിന്നുകൾ മാത്രമേ ഉള്ളൂ. അപ്പം വിജനമായി കിടക്കുന്നിടത്ത് ഇത് ജിന്നാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടത് ജിന്നിനോടുള്ള പ്രാർത്ഥനയാണ്, അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജിന്ന് അവിടെ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല എന്ന് പറയാൻ പറ്റുമോ? ആർക്കാണ് ജിന്നുള്ള സ്ഥലം ഇന്നയിടത്ത് എന്ന് നിർണയിക്കാൻ പറ്റുക? പൊതുവെ അവര് ഇന്നയിടങ്ങളിലൊക്കെ ഉണ്ടാവാം എന്നുള്ള ഒരു നിലപാടല്ലാതെ ഇപ്പൊ സൗദി അറേബ്യയിൽ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് താമസിക്കുന്ന സ്ഥലം, വീട് നമ്പർ, അതേപോലെ തന്നെ പിന്നെ ഫ്ലാറ്റുകള്, പിന്നെ ബാച്ചിലേഴ്സ്, ഫാമിലികള്, പിന്നെ കോട്ടേജുകള്, അതേപോലെ കൊട്ടാരങ്ങള്, ഇതൊക്കെ ഉള്ള സ്ഥലങ്ങള് എവിടെയെന്നുള്ളതൊക്കെ മാർക്ക് ചെയ്ത് കാണിക്കാൻ പറ്റും. മറ്റേതായിരിക്കും ഇവിടെ കാണിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അത് ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് ഇങ്ങനെ വിളിച്ചാൽ അത് അവർ തന്നെയാണ് എന്ന് ഒരു തീരുമാനത്തിലെത്തിയിട്ട് ഇത് അവരോടുള്ള തേട്ടവുമാണ്, അതുകൊണ്ട് അത് ശിർക്കുമാണ് എന്ന് പറയുന്നതിന് എന്തില്ല? യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലുള്ള ഇത് അവരോടുള്ള പ്രാർത്ഥന അല്ല എന്നാണ് ഞാൻ തീർത്തു പറയുന്നത്. പിന്നെ ഇവിടെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു വിഭാഗം മാത്രമാണ് എന്ന് പരിമിതപ്പെടുത്താൻ ഒരു റിപ്പോർട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേറെ ഇബാദല്ലാഹ് എന്ന് പറഞ്ഞ പദപ്രയോഗം അള്ളാന്റെ അടിമകളെ എന്ന് പറഞ്ഞാൽ അത് ഇവര് മാത്രാണ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പരിമിതപ്പെടുത്താൻ കഴിയില്ല എന്നാണ്. മലായികത്താണ് എന്ന് വന്ന റിപ്പോർട്ടുകളുണ്ട്, ജിന്നും അതിൽ ഉൾപ്പെടും എന്ന റിപ്പോർട്ടുകളുണ്ട്.
അറിയാത്ത മനുഷ്യന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടും യാ ഇബാദല്ലാ എന്ന് വിളിക്കാം എന്നതിലും പക്ഷാന്തരം ഇല്ല എന്നർത്ഥം. ആ ഒരു ഉദ്ദേശത്തിലാണ് പിന്നെ ഇങ്ങനെ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരാളും കാണുന്നുമില്ല, വിജനമായ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ട് യാ ഇബാദല്ലാ അഈനൂനി, അള്ളാന്റെ അടിമകളെ എന്നെ സഹായിക്കി എന്ന് പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളിൽ നിന്ന് സഹായം ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിൽ ശിർക്ക് വരുന്നില്ല എന്നർത്ഥം. പിന്നെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇബ്നു കസീറിൽ മാത്രമല്ല അൽ ഇസ്ലാഹിലും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അൽ ഇസ്ലാഹിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അൽ ഇസ്ലാഹിലെ പദപ്രയോഗത്തിൽ വന്നിട്ടുള്ള തെറ്റ് അൽ ഇസ്ലാഹിൽ അത് എഴുതിയിട്ടുള്ള വ്യക്തി തിരുത്തിയത് അതിന്റെ ശേഷമുള്ള ലക്കത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതും കൂടിയാണ് വായിച്ചാല് അൽ ഇസ്ലാഹിലും ഉണ്ട് എന്നുള്ള പ്രശ്നം അവിടെ അവസാനിക്കും. ആ ലേഖനം എഴുതിയ ആള് തന്നെ അതിന് തിരുത്തും എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഒന്നുകൂടി ഞാന് പിന്നെ ഈ കാര്യം ക്ലിയർ ആകാൻ വേണ്ടി പറയാം. ഹാജറ, ബുഖാരി ഉദ്ധരിച്ച ഹദീസ. ഹാജറ ബീവി ഇങ്ങനെ ഇസ്മായില് വെള്ളത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉള്ള വെള്ളം തീർന്നിട്ട് വെള്ളം തേടി പോവുക. അങ്ങോട്ടൊന്ന് ഓടി സൊഫന്റെ മുകളില്. അവിടെ ഒന്നും കാണുന്നില്ല. അവിടുന്ന് ഇറങ്ങി നേരെ മറുവന്റെ അടുക്കലേക്ക്. അവിടെ ചെന്ന് നോക്കി, അവിടെയില്ല. ചുറ്റുഭാഗം നോക്കി, ആരും കാണുന്നില്ല. കുട്ടിന്റെ അടുക്കലേക്ക് ഒന്ന് വരും, പിന്നെ അങ്ങോട്ടോടും, പിന്നെ ഇങ്ങോട്ടോടും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ, ഒന്നും കാണുന്നില്ല. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ പറഞ്ഞു, അഗിസ് അഗിസ് ഇൻ കാന ഇൻദക ഖൈർ. ആ ശബ്ദത്തിനോടായിട്ടാണ്, നിന്റെ അടുക്കൽ വല്ല ഹൈറും ഉണ്ടെങ്കിൽ ലേശം വെള്ളം തന്ന് എന്നെ ഒന്ന് സഹായിക്കണം, ഈ കുട്ടി ദാഹിച്ച് പരവശനായി കിടക്കുകയാണ്. പിന്നെ ആ ശബ്ദത്തിന്റെ നേരെ തിരിഞ്ഞു നോക്കുമ്പോ മലക്ക് ജിബ്രീൽ അതാ ഇതിന്റെ കുളമ്പ് കാലടി വന്നിടത്ത് അവിടുന്ന് പിന്നെ വെള്ളം വരുന്നു, ഉറവ വരുന്നു. അപ്പൊ ജിബ്രീലിനോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവായിട്ട് ഇതെടുക്കാമോ? എന്നാ ഇതിന് മഹാത്മാക്കളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടോ ആഗിസ്? അവിടെ ഉദ്ദേശിച്ചത് ആരെയാ? ആഗിസ് എന്ന് പറഞ്ഞാല് മരിച്ചുപോയ മഹാത്മാക്കളെ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് യാഥാസ്ഥികരായ ചില പണ്ഡിതന്മാര് ഇതും തെളിവിന് ഉദ്ധരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അവിടെ ഹാജറയുടെ ആഗിസ് എന്നത് ആരെങ്കിലും ആവാം, ആരാണെങ്കിലും ശരി. എനിക്ക് ഇവിടുന്ന് വെള്ളം കിട്ടണം, അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ ശബ്ദത്തിന്റെ നേരെ അവിടുന്ന് തിരിഞ്ഞിട്ടൊന്നും പറയേണ്ടതില്ലല്ലോ. ഇവിടെ തന്നെ ഇരുന്നിട്ട് മരിച്ചവരോട് ചോദിക്കാനാണെങ്കിൽ ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ ജിന്നിന്റെ സഹായം കിട്ടാൻ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ ജിന്നിന്റെ സഹായം കിട്ടുള്ളൂ എന്നാണോ സഹായം കിട്ടും എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം? അതിലും അർത്ഥമില്ലാത്തതാണ്. അപ്പൊ ആ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം തേടുന്നതിനുള്ള തെളിവല്ല. മരിച്ചുപോയ ആളുകളോടോ ജീവിച്ചിരിപ്പുള്ള ആളുകളോടോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ ഗുണം പ്രതീക്ഷിച്ചുകൊണ്ടോ ദോഷബാധയെ ഭയന്നുകൊണ്ടോ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന, പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന അതാണ് ശിർക്ക്. അത് ഇതിൽ വരുന്നില്ല എന്നർത്ഥം. ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. ഈ ഇസ്ലാഹ് അഥവാ ആ ഏപ്രിൽ 2007 പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസിക, ഈ ഇസ്ലാഹ് മാസികയിൽ ഈ സ്റ്റേജിൽ തന്നെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ഒരു ലേഖനമുണ്ട്. എന്താണ് ആ ലേഖനം എന്നറിയുമോ? നമ്മുടെ നാട്ടിലെ അറിയപ്പെട്ട ഒരു കുബൂരി പണ്ഡിതനായ അമ്പലക്കടവ് ഫൈസി, നേരത്തെ കണ്ട അമ്പലക്കടവ് ഫൈസി, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ
മുജാഹിദ് പ്രസ്ഥാനം പറയുന്ന തൗഹീദ് ശരിയല്ല. ഭൗതികം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട്, അദൃശ്യം ദൃശ്യം എന്ന വ്യത്യാസം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യാഖ്യാനം, ആ വിശദീകരണം ശരിയല്ല എന്ന് സമർത്ഥിച്ചുകൊണ്ട് ലേഖനം എഴുതിയപ്പോൾ ആ ലേഖനത്തിന് 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടുകൊണ്ട് ജബ്ബാർ മൗലവി മറുപടി പറയുമ്പോൾ ആ മറുപടിയിൽ വന്ന ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റിക്കൊണ്ടാണ് ഈ ദുർവ്യാഖ്യാനം ഇവർ നടത്തുന്നത്. ഇവിടെ ഇരിക്കുന്ന ജബ്ബാർ മൗലവിയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്ന വാചകം തെറ്റാണെങ്കിൽ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം തിരുത്തുമെന്ന ബോധ്യത്തോടെ ഞാൻ പറയുകയാണ്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നോ, ഒരാൾക്ക് പ്രയാസം നേരിട്ടാൽ ജിന്നിനോട് സഹായം തേടാമെന്നോ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനം പറയില്ല, പറഞ്ഞിട്ടില്ല, പറയുകയില്ല, പറയുമെന്ന് പറയാൻ പോലും സാധ്യമല്ല. ആ നിലക്ക് കൃത്യമായി ബോധ്യപ്പെട്ട തെളിവുകൾ കൊണ്ട് മുജാഹിദുകൾ സമർത്ഥിക്കുന്ന കാര്യമാണ്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് പറയുമ്പോൾ, ദൃശ്യാദൃശ്യ വിശദീകരണം നടത്തുമ്പോൾ, കാര്യകാരണ ബന്ധങ്ങൾ വിശദീകരിക്കുമ്പോൾ, അഭൗതിക ഭൗതിക വ്യത്യാസങ്ങളെ വിശദീകരിക്കുമ്പോൾ, അങ്ങനെ കാര്യങ്ങളെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ദുർവ്യാഖ്യാനങ്ങളുമായി കടന്നു വരുന്നവർക്ക് ചുട്ട മറുപടി മുജാഹിദ് പണ്ഡിതന്മാർ മുമ്പും നൽകാറുണ്ട്, ഇപ്പോഴും നൽകാറുണ്ട്, എന്നും നൽകാറുണ്ട്. അങ്ങനെ പൊതുവായി എല്ലാവരും നൽകാറുള്ള ഒരു മറുപടിക്ക് സമാനമായ മറുപടി ജബ്ബാർ മൗലവി നൽകിയപ്പോൾ സാധാരണക്കാർക്ക് അവർക്കിടയിൽ വിശ്വാസം ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് മനസ്സിലാക്കി സന്ദർഭത്തിൽ നിന്ന് ആ ലേഖനത്തിന്റെ ഒരു പരാമർശത്തെ അടർത്തി മാറ്റിക്കൊണ്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഊരു ചുറ്റുന്ന മടവൂരികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ പരാമർശം എന്നറിയുമോ? ഞാൻ വ്യക്തമായി വായിച്ചു കേൾപ്പിക്കാം. എന്താണ് ആ പരാമർശം? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വടിയെറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ മലക്ക് ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നിലച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഇതുകൊണ്ട് ജബ്ബാർ മൗലവി ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ തേടാമെന്നോ അല്ലെങ്കിൽ ജിന്നെ സഹായിക്കണേ എന്ന് പറയാമെന്നോ മലക്കെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയാമെന്നോ ഒന്നും ആ പരാമർശത്തിലില്ല. നേരെ മറിച്ച് ഭൗതിക വ്യത്യാസം എന്ത് എന്ന് വിശദീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി നടത്തിയ ഒരു പരാമർശത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ജിന്നുകളോട് സഹായം തേടാം, പ്രാർത്ഥിക്കാം എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞു എന്ന പച്ചനുണ പറഞ്ഞു പരത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇത് ജബ്ബാർ മൗലവി മാത്രം നടത്തിയ ഒരു പരാമർശമാണോ? ജബ്ബാർ മൗലവി മാത്രം നടത്തിയ പരാമർശമാണോ? അല്ലെങ്കിൽ ആ വാചകം ശിർക്കാണോ? അതല്ല എല്ലാത്തവരോട് എന്നതിലേക്കുള്ള സൂചനയാണോ? അങ്ങനെ സൂചനയാണ് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ മറുപടി പറഞ്ഞു തരേണ്ട 1-2 പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഒരു പ്രശ്നമെന്നറിയുമോ? എന്റെ കയ്യിലുള്ള പുസ്തകം പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ചെറിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ശബാബിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യോത്തര പടക്തി, ആ പടക്തിയിൽ അദ്ദേഹം നൽകിക്കൊണ്ടിരുന്ന മറുപടികൾ ക്രോഡീകരിച്ചുകൊണ്ട് യുവത പുറത്തിറക്കിയ പുസ്തകമാണ് പ്രാർത്ഥനാ തൗഹീദ് എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ജബ്ബാർ മൗലവി എഴുതിയ ആ വാചകം അങ്ങനെ തന്നെ ചെറിയ മുണ്ടം എടുത്തുദ്ധരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കോട്ട് ചെയ്യുന്നതല്ല, നേരെ മറിച്ച് ആ ആശയം തന്നെ ചെറിയ മുണ്ടം എഴുതുന്നു. എന്താ വാചകം കേട്ടോളൂ. ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവെന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്ക് ആർക്കും കൊടുക്കാത്ത കഴിവാണ്. ഇങ്ങനെ ജിന്നുകളുടെ കഴിവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ തന്നെ 103-ാമത്തെ പേജിൽ വീണ്ടും പറയുകയാണ്, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല.
ഇതാരാ പറയുന്നത്? ചെറിയ മുണ്ടം. എന്താ പറഞ്ഞത്? ജബ്ബാർ മൗലവി പറഞ്ഞ വാചകം, ആ വാചകം മറ്റൊരു രൂപത്തിൽ പറയുകയാണ്, കേട്ടോളൂ. വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പോൾ അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റുമോ, അഭൗതികമെന്ന് പറയാൻ പറ്റുമോ എന്ന ചർച്ചയാണ് ചെറിയ മുണ്ടം അവിടെ നടത്തുന്നത്. എന്നാൽ സന്ദർഭത്തിൽ നിന്ന് അത് അടർത്തി മാറ്റി, കണ്ടോ മടവൂരി നേതാവായ ചെറിയ മുണ്ടം ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു, മലക്കിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നു എന്ന് നാടുനീളെ പ്രചരിപ്പിച്ചാലോ? ഇനി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. മടവൂരികളുടെ തന്നെ അറിയപ്പെട്ട നേതാവായ സലാം സുല്ലമി, അദ്ദേഹം ശബാബിൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിൽ എന്താണുള്ളതെന്നറിയോ? നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, ഹാജറ ബീവിയുടെ സംഭവം. ഹാജറ ബീവി ആ മക്ക എന്ന പ്രദേശത്ത്, ആ വിജനമായ പ്രദേശത്ത്, ഒരു ചെടി പോലും ഇല്ലാത്ത, ഒരൽപ്പം വെള്ളമില്ലാത്ത പ്രദേശത്ത് തന്റെ പിഞ്ചോമനയുമായി ഒറ്റപ്പെട്ടു പോയി. നമുക്കറിയാം, സഫാ മർവക്കിടയിൽ ഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, കുട്ടിക്ക് ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്നു അത്. ആ ശബ്ദം പുറപ്പെടുവിക്കപ്പെട്ട സ്ഥാനത്തേക്ക് തിരിഞ്ഞിട്ട് ഹാജറ ബീബി ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക. ഈ ഹദീസ് എടുത്തുകൊണ്ട് സാധാരണ നമ്മുടെ നാട്ടിലെ കുബൂരികൾ അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാം, അഭൗതികമായി മറ്റുള്ളവരോട് സഹായം തേടാമെന്ന് സാധാരണ പറയാറുണ്ട്. അങ്ങനെ ഒരു മുസ്ലിയാർ തെളിവ് ധരിച്ചപ്പോ സലാം സുല്ലമി തന്റെ ലേഖനത്തിൽ അതിന് മറുപടി പറയുന്നു. എന്താ പറയുന്നത് കേട്ടോളൂ. ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഹാസ ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസാലിയെ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണത്തിൽ പറയാ. എന്താ ഉദാഹരണം കേട്ടോളൂ. ഈ സംഭവത്തിന് ഉദാഹരണം പറയാണ്. നോക്കുക, നാം പറയുന്ന ഈ വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഖണ്ഡനം എഴുതുന്നത്. എന്നിട്ട് ജബ്ബാർ മൗലവി പറഞ്ഞ പോലെ ഒരു ഉദാഹരണം സലാം സുല്ലമി തന്റെ ലേഖനത്തിൽ എഴുതുക. കണ്ടോളൂ എന്താ പറയുന്നത്. ഒരു മുസ്ലിയാർ ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു, വിജനപ്രദേശത്ത് അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ്. വെള്ളമില്ല കുടിക്കാൻ, മരിക്കാറായി. അങ്ങനെ നെട്ടോട്ടമോടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. അശരീരി പറഞ്ഞുകൊണ്ടും കേൾക്കാലോ. അങ്ങനെ അശരീരി കേട്ടു. ആ ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട്, നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായ സഹായനേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. അപ്പോ ഒരാൾ മരുഭൂമിയിൽ അകപ്പെട്ടു പോയി, ഒരു ശബ്ദം കേട്ടു. അപ്പൊ അയാൾ ചിന്തിക്കാണ്, ഹാജറ ബീവിയുടെ അടുക്ക പണ്ട് മലക്ക് വന്നിട്ടുണ്ട്, ആ മലക്ക് ഇവിടെ വന്നാലോ, ആ മലക്ക വരും, അങ്ങനെ എനിക്ക് വെള്ളം തരും എന്ന് അയാൾ നിരച്ചിട്ട്, എനിക്ക് വെള്ളം തരുമോ, ആ ശബ്ദം പുറപ്പെടുവിച്ച ആൾ ഉദ്ദേശിച്ചിട്ട് എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ എന്ന് ചോദിച്ചാൽ, സഹായം ആവശ്യപ്പെട്ടാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. കണ്ടോ, ഇത് സലാം സുല്ലമി എഴുതാ. അപ്പോ ചെറിയ മുണ്ടം എഴുതി, സലാം സുല്ലമി എഴുതി, ജബ്ബാർ മൗലവി എഴുതി. എന്താണ് തങ്ങൾക്ക് പറയാനൊരു വാദം എന്നന്വേഷിച്ച് നടന്ന പോയി മടവൂരികൾ ജബ്ബാർ മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് പച്ചക്കള്ളം ഈ നാട് നീളം പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്.
അത് ശിർക്കാണ്, കുഫ്റാണ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് ശൗക്കാനിയെ സംബന്ധിച്ച് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞു, എന്താ ശൗക്കാനി പറഞ്ഞത്? കണ്ണിൽ കാണാത്തവരോട് സഹായം തേടാം, അഥവാ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിൽ ഉണ്ട്, തെളിവ് പിടിക്കാം എന്ന്. എന്താണ് അതിന്റെ അർത്ഥം? കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്നാരാ പറഞ്ഞത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം ലളിതമായി പറഞ്ഞു തരാം. ഒരാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി, അങ്ങനെ വാതിലടച്ചു, സോപ്പ് തീർന്നു പോയി, ഭാര്യ അടുക്കളയിലാണ്, ഭാര്യയെ കാണുന്നില്ല. ആ ഭാര്യ വിളിച്ച് സോപ്പ് എടുക്കൂ എന്ന് പറഞ്ഞാൽ കാണാത്ത ഭാര്യയോട് സഹായം തേടുകയാണ്. പക്ഷെ ഇയാൾക്കറിയാം, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ഭാര്യയുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. അങ്ങനെ കണ്ണുകൊണ്ട് കാണാത്തവരോട് സഹായം തേടാം എന്ന് ഈ ഹദീസിലുണ്ട്. കാണാത്തവരോട് സഹായം തേടാം. അതിനിപ്പോ ആർക്കും തർക്കില്ല. ആർക്കാ തർക്കം? ഒരാൾ കുളിമുറി നിൽക്കുമ്പോ ഭാര്യ അടുക്കളയിലാണ്, എന്റെ ശബ്ദം കേൾക്കുന്ന വരുന്നില്ല ഭാര്യയുള്ളത്, മോളെ ആ സോപ്പിംഗ് എടുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് തെറ്റല്ല, ഒരിക്കലും അത് കുറ്റകരമല്ല എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സ്ഥലത്ത് മലക്കുണ്ട്, മലക്കിന്റെ സാന്നിധ്യമുണ്ട്, പക്ഷെ മലക്കിനെ കാണുന്നില്ല. ഏതാൽ മലക്കിനോട് ചോദിക്കാമോ? ഒരു പ്രശ്നവുമില്ല. ഹാജറ ബീവി ആ മക്കയിൽ അകപ്പെട്ടു പോയ ഘട്ടത്തിൽ ജിബ്രീൽ വന്നു, ജിബ്രീലിന്റെ ശബ്ദം കേട്ടു, അവിടെ ജിബ്രീൽ ഉണ്ടെന്ന് അറിഞ്ഞു. ആ ഹാജറ ബീവി പറഞ്ഞു, നീ സഹായിക്കുമെങ്കിൽ എന്നെ സഹായിക്ക്. അവിടെ ഒരു ശബ്ദമുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഒന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കൂ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് കുറ്റകരമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, പറയുകയും ഇല്ല. അവ കണ്ണുകൊണ്ട് കാണാത്തതിനോട് അതിന്റെ സാന്നിധ്യം ഉറപ്പിച്ച് താൻ കേൾക്കുന്നിടത്ത് അതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അവരോട് എന്തെങ്കിലും സഹായം തേടാമോ? അത് തെറ്റല്ല, കുറ്റകരമല്ല എന്ന് കിട്ടും എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ തർക്കിക്കേണ്ട കാര്യം ഇല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യമില്ല, അഭിപ്രായ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. നേരെ മറിച്ച് കണ്ണുകൊണ്ട് കാണാത്തൊന്നിനോട് സഹായം തേടാമോ ഇല്ലയോ എന്നല്ല നമ്മെ സംബന്ധിച്ച് തർക്കം. ഇനി സാക്ഷാൽ മുഹീദ്ദീൻ ശൈഖ് തന്നെ നമ്മള് അതിനപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ മൈക്കിലൂടെ പറഞ്ഞ മുഹീദ്ദീൻ ശൈഖ് അവിടുന്ന് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. ഓ മുഹീദ്ദീൻ ശൈഖ് സുഖാണോ, ഒന്നിങ്ങ് വന്ന് മുയിലാർക്കൊന്ന് മറുപടി പറയോ എന്ന് ചോദിച്ചാൽ അത് തെറ്റാണ് എന്ന് ഞങ്ങൾക്ക് വാദമില്ല. ഇവിടെ കണ്ട് കാണാൻ കഴിയാത്ത ആ പരിധിയിൽ, ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ആരുണ്ട്? ആ വ്യക്തിയുണ്ട് എങ്കിൽ അയാളോട് ചോദിക്കാം. ഇനി മൂസ മുസ്ലിയാർ തന്നെ പുറത്തേക്ക് പോയി, മൂസ മുസ്ലിയാരെ നിങ്ങൾ പോവുകയാണോ എന്ന് നിങ്ങളെ കാണാതെ ഞാൻ വിളിച്ചു ചോദിച്ചാൽ മൂസ മുസ്ലിയാർ പുറത്തുനിന്ന് ഉത്തരം നൽകിയാലും ഇല്ലെങ്കിലും അതിലൊരു തെറ്റുമില്ല, ഒരു കുറ്റവുമില്ല. അത് ശൗക്കാനി പറഞ്ഞു. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളത് കേട്ട് പഠിക്കണം. ചോദ്യം ചോദിക്കാൻ മാത്രമല്ല, നിങ്ങൾ ഉത്തരം കൂടി കേൾക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അതുപോലെ പടപ്പുകളോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അല്ലാത്തൊരു പടപ്പിനോടും പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒരു കാര്യം കൂടി ക്ലിയർ ആക്കിക്കോ, രണ്ടു തരത്തിലുണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അത് പടപ്പുകളോട് ചോദിക്കാൻ പറ്റൂല, ഒരു ജിന്നിനോട് ചോദിക്കാൻ പറ്റൂല, ഒരു മലക്കിനോട് ചോദിക്കാൻ പറ്റൂല, ഒരു മനുഷ്യരോട് ചോദിക്കാൻ പറ്റൂല. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്നാൽ മനുഷ്യരോട് ചോദിക്കാവുന്ന കാര്യങ്ങളുണ്ട്, അത് മനുഷ്യരോട് ചോദിക്കാം. മനുഷ്യരോട് ചോദിക്കേണ്ട കാര്യം മനുഷ്യരോട് ചോദിക്കാം, അള്ളാഹ് അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ട്. ഞാൻ മൂസ മുസ്ലിയാർ കാണുകയാണ്, ആ ഒരു 10 രൂപ തരും, മൂസ മുസ്ലിയാർക്ക് തരാൻ കഴിയും പോക്കറ്റ് നിരത്ത്, അത് ചോദിക്കാം, അനുവദനീയമാണ്. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞ ആ പരസ്പരമുള്ള സഹായം അതിന്റെ പരിധിയിൽ വരുന്നതാണ്. എന്നാൽ വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അതൊരിക്കലും പടപ്പിനോട് ചോദിക്കാൻ പാടില്ല. അത് നിങ്ങൾ അമ്പിയാക്കന്മാരോട് ചോദിക്കുകയാണ്, ഔലിയാക്കന്മാരോട് ചോദിക്കുകയാണ്, അതുപോലെ ജിന്നുകളോട് ചോദിക്കുകയാണ്. സ്വാലിഹുകളായ ജിന്നുകളോട് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ശിർക്കാണ്, അത് കുഫ്റാണ്. ഇതാണ് ഞങ്ങളുടെ വാദം. ഇത് വ്യക്തമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ശൗക്കാനി മുശ്രിക്കാണോ അല്ലേ, അയാളുടെ ഏത് ജാതിപ്പെട്ടതാണ്, താലൂക്ക് ഓഫീസിൽ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. തൗഹീദ് പ്രാർത്ഥന, തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും വിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു നോക്കുക, അവിടെയുണ്ട്.
ഈ വാദം കണ്ട് കേട്ടോളൂ. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാം. ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു. ഇനി അടുത്ത വാചകം കേട്ടോ. എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അടുത്ത വാചകം കേട്ടോ. അതുപോലെ വിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ. ആ ചോദ്യോത്തരം തന്നെ യുവത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി ഇന്നും ബുക്ക് സ്റ്റാൾ ചെന്ന ജിന്നാണ് എന്ന് വിചാരിച്ച അയാൾ തേടുന്നു, ജിന്നെ സഹായിക്കണേ, ജിന്നെ വഴി കാണിച്ചു തരണേ എന്ന് തേടിയാൽ അത് ശിർക്കാണോ ശിർക്കല്ലേ? തേടാമോ തേടണ്ട അതൊന്നും ചോദിച്ചിട്ടില്ല. നമ്മൾ പറഞ്ഞല്ലോ 22 ക്യാരറ്റ് ശിർക്കാണ്. കണ്ടു, 22 ക്യാരറ്റ് ശിർക്കാണ്. ഒരു കുറവില്ലട്ടോ, കറക്റ്റ് 22 ക്യാരറ്റ് ശിർക്കാണ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടണം. അതുകൊണ്ട് ഒന്നുകൂടി ഞാനും കൂടെ ഒന്ന് വായിച്ചേക്ക്. ഇനി എന്റെ കുറവ് വേണ്ട, ഞാനും കൂടെ ഒന്ന് വായിച്ചുതരാം കേട്ടോളൂ. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ. പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല. ഈ വാചകം തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്, 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാ. ഏയ്, മലക്കുകളെ വിളിച്ചിടാൻ പറഞ്ഞു അത്രേ. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല. അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രസംഗിക്കണമെങ്കിൽ ജിന്നു വേണം, സമ്മേളനം നടത്തണമെങ്കിൽ ജിന്നു വേണം, അന്തി ഉറങ്ങണമെങ്കിൽ ജിന്നു വേണം. ജിന്നില്ലാതെ അവരില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സഹോദരങ്ങൾ അഥവാ നമുക്കിടയിലുള്ള മടവൂരികൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വരികയാണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിലുള്ള ക്ലാസ് ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ 3 പ്രോഫ്കോണായിട്ട് എൻ്റെ സംശയം, ഈ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നതിനെ പറ്റി മറ്റ് പല മുസ്ലിം സംഘടനകളെ പറ്റിയും പല രീതിയിൽ പല സെഷനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ മുജാഹിദ് പ്രസ്ഥാനം പിളർന്നതിനെ പറ്റി ഒരു ക്ലാസ്സുകളിലും പ്രതിപാദിക്കുന്നില്ല. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം പ്രോഫ്കോൺ വന്ന ഒരു കുട്ടി, കോഴിക്കോട് നിന്ന് ഒരു മുജാഹിദ് ഫാമിലി എന്ന് വരുന്ന കുട്ടിയാണ്. ഇപ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു വീട്ടിൽ നിന്ന് പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീട്ടിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ആ കുട്ടിയുടെ ബാപ്പ എന്നോട് പറഞ്ഞത് പറഞ്ഞാല് പിന്നെ അതെന്ന് പറയുന്നത് അവര് ജിന്നിനെ ആരാധിക്കുന്ന ഒരു പ്രോഗ്രാമിന് എന്റെ കുട്ടി പങ്കെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ജിന്നാരാധകനാന്ന് ഇപ്പവും അവര് വാദത്തിൽ നിലനിൽക്കുകയാണ്. അപ്പം എന്റെ ആത്മാർത്ഥമായിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് മുജാഹിദ് പ്രസ്ഥാനം പിളരാനുള്ള ഇനീഷ്യൽ സ്റ്റേജ് സത്യാവസ്ഥ, അതുകൂടാതെ ഈ ജിന്നിന്റെ വിഷയവും ഒന്ന് വ്യക്തമാക്കി തരാൻ. 3 പ്രോഫ്കോണിലായി പങ്കെടുക്കുന്ന സുഹൃത്ത്, അദ്ദേഹം ആയിരുന്നു ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ആള്. നിങ്ങൾ 3 ദിവസമായിട്ട് ഇവിടെ പങ്കെടുക്കുന്ന ആരെങ്കിലും ജിന്നിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? പറഞ്ഞേ, നിങ്ങൾക്ക് പ്രതികരണം ഇല്ലേ? ഉണ്ടോ? ഇവിടുന്ന് പറഞ്ഞോ ആരെങ്കിലും നിങ്ങളോട് ജിന്നോട് പ്രാർത്ഥിക്കണം? പറഞ്ഞോ? ഇല്ല. അപ്പൊ പിന്നെ ആ പറഞ്ഞ ആളോട് നിങ്ങളാ പറയേണ്ടിയിരുന്നത്. ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകളാണ്, ഞങ്ങളോടാണ് നിങ്ങൾ ഇത് പറയുന്നത് എന്ന് നിങ്ങളായിരുന്നു അങ്ങോട്ട് ചോദിക്കേണ്ടിയിരുന്നത്. അപ്പോ വളരെ വ്യക്തമായി ഒരു കളവ് പ്രചരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ? ഉണ്ടോ? അപ്പൊ പിന്നെ എന്തിനാ പിളർന്നതെന്ന് ചോദിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് വളരെ ലളിതമായ ഒരു സത്യ. ഇത്രയും വ്യക്തമായി MSMന്റെ ഓരോ കുട്ടിയും അനുഭവിച്ചറിയുന്ന ഈ കാര്യം, ആ കാര്യത്തിന്റെ പേരിൽ പോലും ഈ രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഒരു സത്യപ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് പ്രകൃതിയുടെ നിയമമാണ്.
പ്രകൃതിയുടെ നിയമമാണ്. അഴുക്ക് നീങ്ങണം എന്നതാ, ചെളി പോകണം എന്നതാ. അല്ലാതെ അഴുക്ക് ഇരുന്നോട്ട് എന്ന് അയാൾ പറഞ്ഞാലോ? അല്ലെ, ഒരാൾ വൃത്തിയാകുന്നത് എന്തിനാ? അഴുക്ക് പോകാനാ. അപ്പൊ ഒരാൾ പറഞ്ഞ അഴുക്ക് പോയില്ലേ എന്ന് പറയണോ? അത് അഴുക്കായത് കൊണ്ടാ പോയത് എന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥിക്കണം, സഹായം ചോദിക്കുക എന്നുള്ളത് കൊണ്ട് ഏത് ആള് പറയുന്നത് പ്രാർത്ഥനയാണ് എന്ന് ഉദ്ദേശിച്ചിട്ടേ ഇല്ല, പ്രാർത്ഥനയാണെന്ന് ചോദിച്ചിട്ടേ ഇല്ല. നമ്മളെ വിഷയത്തിന് പുറത്താണത്. അപ്പൊ ചോദിച്ചത് പ്രാർത്ഥനയല്ല, സഹായം ചോദിക്കുക. അദ്ദേഹം പിന്നെ അതിനെ ന്യായീകരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ തിരുത്തും കൂടി അദ്ദേഹം ന്യായീകരിക്കുകയാണ്. പ്രാർത്ഥന എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, അപ്പൊ ജിന്നിനോട് സഹായം ചോദിക്കാം. അപ്പൊ അത് കൂടി തിരുത്തലായിട്ടില്ലല്ലോ എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു ചെറിയൊരു അഭ്യർത്ഥന. ആ സക്കറിയ സലാഹി പറഞ്ഞ ആ ഭാഗം നിങ്ങൾ കേട്ടത് അങ്ങനെയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ ഭാഗം ഒന്ന് വെക്കാൻ നിങ്ങൾ ചെറിയൊരു സഹായം കാണിക്കുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു ഇസ്തിഹാസ. അവിടെ റഷീദ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, അദ്ദേഹം ചോദിക്കണത് 2007 എഴുതിയിട്ട് 2008 തിരുത്താന്നല്ല 2006 എത്താൻ പറ്റുമോ? ഇത് എഴുതിക്കിട്ടണ്ടേ? ഇനി അങ്ങനെ തിരുത്താണെങ്കിലുള്ള അവസ്ഥയാണ്. തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥ 2008 2007 എഴുതി 2008 2006 തിരുത്താൻ പറ്റും. തിരുത്താണെങ്കിൽ. പക്ഷെ ഇത് തിരുത്തല്ല, ഇത് തിരുത്തല്ല. ഇത് അവിടെ നിൽക്ക്, തിരുത്തല്ല. തിരുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ 2007 നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി അത് നിങ്ങളെപ്പോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്ന്. ചില കുമൂരി അതുപോലെ തന്നെ മടമൂരി ആളുകള് ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം. കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയമെടുത്തു. ആ സമയത്ത് അത് 2008 ജനുവരിയാണ്, 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അത് ചില ആളുകൾ വളച്ചൊടിക്കാൻ തുടങ്ങി, പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ അത് ചോദ്യമായി വന്നു. ചോദ്യമായി വന്നപ്പോൾ തന്നെ 2008 ജനുവരിയിൽ മറുപടി പറയുകയും ചെയ്തു. ഇത്രയും വ്യക്തമായ ഒരു കാര്യം, ആ കാര്യം ഇനിയും റഷീദ് കവ്യരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ ചെയ്യുക? അള്ളാഹു മനുഷ്യന് ബുദ്ധി നൽകിയത് എന്തിനാ? കഴിയുന്ന ഒരു കാര്യം ഞാൻ പറയാം. ജിന്നെ ഇവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാം, ജിന്നെ ആ കസേര ഒന്ന് എടുത്തിടൂ, ജിന്നെ ആ കസേര ഒന്ന് എടുത്തിടൂ. ആള് നിങ്ങളെ മുമ്പിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് ഇങ്ങനെ നിൽക്കുക, ഒരു സാധനം എടുക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുക. അപ്പൊ ഒരാള് വന്നിട്ട് പറഞ്ഞു ഞാൻ മലക്ക നിങ്ങളെ സഹായിക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ പറഞ്ഞു ഇജ്ജ് മലക്കാലും കുഴപ്പമില്ല, ശൈത്തനായാലും കുഴപ്പമില്ല, ഞാൻ ഇത് എടുക്കാൻ ഒരാളെ നോക്കി കാവെങ്കിലും അവൻ എടുത്തിന്റെ തലയിൽ വെച്ച എന്ന് പറയൂ. അല്ലാതെ മലക്കെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കാൻ നിൽക്കൂല. ഞാൻ മലക്ക നിങ്ങളെ സഹായിക്കട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ പറഞ്ഞു ഇജ്ജ് മലക്കാലും കുഴപ്പമില്ല, ശൈത്തനായാലും കുഴപ്പമില്ല, ഞാൻ ഇത് എടുക്കാൻ ഒരാളെ നോക്കി കാവെങ്കിലും അവൻ എടുത്തിന്റെ തലയിൽ വെച്ച എന്ന് പറയൂ. അല്ലാതെ മലക്കെന്ന് പറഞ്ഞ് ഞാൻ കെട്ടിപ്പിടിക്കാൻ നിൽക്കൂല.